നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യത, മറ്റന്നാൾ തിരഞ്ഞെടുപ്പാണ്. അതിനെക്കുറിച്ച് 2 വാക്ക് പറയാം. അതിന് മുമ്പായിട്ട് റോം വാസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ. റോമ സാമ്രാജ്യം ഒരു ദിവസം ഉണ്ടായതല്ല എന്ന് പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും നശിച്ചത് ഒരു ദിവസം കൊണ്ട്, ഒരു കൊല്ലം കൊണ്ടല്ല, വർഷങ്ങളുടെ സമയമെടുത്തു. ഇന്നലെ ഞങ്ങൾ പറഞ്ഞു 2% മാത്രമുള്ള ക്രിസ്ത്യൻ സമുദായത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുത്താൽ പച്ചപിടിക്കാൻ സാധ്യത കുറവാണെന്ന്. എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിൽ പ്രത്യേകിച്ച് പശ്ചിമ ബംഗാൾ ത്രിപുരയിലൊക്കെ നശിക്കാൻ കാരണം? ആരും ചിന്തിച്ചോ? കാരണം ഇതാണ്. 1963 അന്ന് കമ്മ്യൂണിസ്റ്റ് പിളർന്നിട്ടില്ല, 64 പിളർന്ന് മാവോസെ തൂങ്ങിന് കാണാൻ പോയി. അന്ന് മാവോസെ തൂങ്ങുന്നത് ദൈവത്തിന് തുല്യമാണ്, അത്ര പേരും പെരുമയാണ്. അന്ന് 13 പൊളിറ്റ് ബ്യൂറോ മെമ്പർമാരുണ്ടായിരുന്നു. 13 പൊളിറ്റ് ബ്യൂറോ മെമ്പർമാർ. അതിൽ 11 പേരും 2% മാത്രമുള്ള ബ്രാഹ്മിൻസ് ആയിരുന്നു. അത് മാവോ അവരോട് ചോദിച്ച് 2% മാത്രമുള്ള ബ്രാഹ്മിൻസിന് 11 സീറ്റും കൊടുത്ത് നിങ്ങൾ നേതൃത്വത്തിൽ പാർട്ടി ഉണ്ടാക്കിയാൽ എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ള ചോദ്യം ചോദിച്ചു. കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾ വിവരമുണ്ടെങ്കിൽ, വെളിവുണ്ട്, ബോധമുണ്ടെങ്കിൽ ചോദിച്ചു. 63 അതിന് 64 പാർട്ടി പിളർന്നു. CPI ആയി, CPM ആയി. അത് മാവോസെ തൂങ്ങി പറഞ്ഞ് എത്രയോ ശരിയായി. 1980 തുടങ്ങിയ ഭാരതീയ ജനതാ പാർട്ടി എത്ര വർഷം എടുത്ത്? അപ്പോൾ 15 വർഷം മുമ്പ് ഭരണത്തിൽ വന്നല്ലോ, 20 വർഷം മുമ്പ് ഭരണത്തിൽ വന്ന്. അപ്പോൾ 80 തുടങ്ങി 20 വർഷത്തിനകം ഇന്ത്യ കേന്ദ്ര ഭരണത്തിൽ വന്നെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്ന് 64 ആണെങ്കിലും അതിന് മുമ്പ് എത്രയോ വർഷം മുമ്പ്, 90 വർഷമായല്ലോ ഉണ്ടാക്കിയിട്ട് ഇന്ത്യയിൽ പച്ച പിടിക്കാൻ പറ്റിയില്ല. 90 വർഷമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് പച്ച പിടിക്കാൻ പറ്റിയില്ല. അവിടെയെല്ലാം 2% മാത്രമുള്ള ബ്രാഹ്മണിക്കൽ ലോബിയുടെ ശക്തമായ നിയന്ത്രണത്തിലായിരുന്നു. നമ്മളൊന്ന് ആലോചിച്ചു. ജ്യോതി ബാസു എത്ര വർഷം മുഖ്യമന്ത്രിയായി? ഇവർ ആരും ഇവിടെ ഉണ്ടായില്ല. ജ്യോതി ബാസുവിൻ്റെ എത്രയുണ്ട് മഹാരാഷ്ട്ര, പശ്ചിമ ബംഗാളിൽ? അത് 30% മുസ്ലിങ്ങളിലൂടെ. ആ ജ്യോതി ബാസു ഉൾപ്പെടെ ടീം അല്ല. അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ദൈവമാണെങ്കിൽ ജനങ്ങൾക്ക് ദൈവമാണെന്നില്ലല്ലോ. അങ്ങനെ അവരുടെ പ്രവൃത്തി ദോഷം, മറ്റേ വസ്തു കച്ചവടം കേസൊക്കെ കൊണ്ട് അങ്ങനെ നശിച്ചുപോയി. അതുപോലെയാണ് 2% ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് കോൺഗ്രസ് നേതൃത്വം കൊടുത്താൽ, കേരളമാണ് കോൺഗ്രസ് ഇന്ത്യയെങ്കിൽ, കേരളത്തിൽ പോലെയുള്ളവരാണ് ഇന്ത്യക്കാരെങ്കിൽ ഒരു കുഴപ്പമില്ല, ആര് നേതൃത്വം കൊടുത്താലും മതി, ഭരിക്കാം. കാരണം കേരളീയർക്ക് 99% മുസ്ലിങ്ങളുടെ തിരൂരങ്ങാടിയിൽ നിന്ന് കത്തോലിക്കനെ ആന്റണി ജയിപ്പിച്ച. അപ്പോൾ കേരളീയർക്ക് അങ്ങനെയില്ല. പക്ഷെ ഇന്ത്യ എന്നുകൊണ്ട് കേരളീയ അല്ലടോ. ഏതാണ്ട് 2% ജനസംഖ്യയാണ് കേരള ജനസംഖ്യ. മൊത്തത്തിൽ 2% ജനസംഖ്യയുള്ള കേരളമല്ല ഇന്ത്യ. അതുകൊണ്ടാണ് പറഞ്ഞത് സോണിയ കുടുംബത്തെ കോൺഗ്രസിന് ഭാരമേൽപ്പിച്ചതാണ് ഇന്ത്യയിൽ കോൺഗ്രസ് നയിക്കാനുള്ള കാരണം 2 കാരണമാണ്. ഒന്ന്, അവർക്കുള്ള പക്വതയോ പ്രാകൃതയോ ഇല്ല. പിന്നെ ജന്മനാണെങ്കിൽ അവർ ക്രിസ്ത്യൻ 2% മാത്രമുള്ള സമുദായത്തിൻ്റെ പ്രതിനിധിയാണ്. അതാണ് പോകുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. ഈ കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്നെങ്കിൽ ഞങ്ങൾ പറയണമെങ്കിൽ ഇതൊക്കെ പറഞ്ഞിട്ട് വേണം പറയാം. അല്ലാതെ വെറുതെ നിങ്ങൾ കോൺഗ്രസ് വോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ആൾക്കാർ വോട്ട് ചെയ്യില്ല. തന്നെയല്ല, കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ കേന്ദ്രത്തിലെ മന്ത്രിമാർ വരുന്നുണ്ട്. അവരെ യൂണിഫോം കണ്ടു. ഒരു പൈജാബിയും കുർത്തിയും, അതിന് മുകളിൽ ഓവർകോട്ടും. ഇത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകാൻ സാധ്യതയുണ്ടെന്ന് പറയുന്ന ആള്, പ്രതിപക്ഷ നേതാവ് AICC പ്രസിഡന്റ് രാഹുൽ ഗാന്ധി വരുന്നത് ഒരു കുട്ടിക്കളി തമാശയിൽ ജീൻസും ബനിയനും ഇട്ട് നിരാശ കാമുകനെ പോലെ. അങ്ങനെയാണ് വേണ്ടത്. ഒരു ദേശീയ നേതാവ് അവൻ്റെ സ്റ്റാൻഡേർഡ് കീപ്പിങ്, അത് ഡ്രസ് കോഡുണ്ട്, അതൊക്കെ ഘടകമാണ്. ഒന്ന് ആലോചിച്ച്, കോൺഗ്രസ്സുകാർക്ക് ആർക്കെങ്കിലും ബോധമുണ്ടെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കി. വി ഡി സതീശൻ
ഇവിടെ മീറ്റിങ്ങിലൊക്കെ വരുമ്പോൾ ഒരു ജീൻസും ഇട്ട് ഒരു ബനിയനും ഇട്ടാൽ വരുന്നെങ്കിൽ ആരും പിടിച്ച് തല്ലിയൊന്നുമില്ല. അതൊരു ഉചിതമായ ഡ്രസ്സാണോ? ആ ക്ലീൻ ഷേവ് ചെയ്ത് പിന്നെ അത് കുർത്തയിട്ട് പയ്യാമയിട്ട് അതിന് മുകളിൽ ഓക്കിട്ട് വേണമെങ്കിൽ തൊപ്പി വേണി വയ്ക്കാൽ മതി. അപ്പം അതൊക്കെ മാറിപ്പോയില്ല. അങ്ങനെയൊക്കെ ദേശീയ നേതാവായിട്ടല്ലേ വരേണ്ടത്. ഈ കേരളത്തിൽ വന്ന് കസത്ത് കളിച്ചല്ലാതെ പശ്ചിമ ബംഗാളിലോ അല്ലെങ്കിൽ പിന്നെ ആസാമിലൊക്കെ ഈ കോൺഗ്രസും സോണിയാഗാന്ധിയുടെ ആൾക്കാരും എന്ത് പ്രവർത്തിച്ചിട്ടുണ്ട്? എത്ര സീറ്റുകൾ കിട്ടും? എത്ര സീറ്റ് കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാക്കി? ഈ കൊച്ചു കേരളം ഒരു തുരുത്താണ്. വയനാട് വന്ന് ആത്മാഭിമാനം നിലനിർത്തിയ പോലെ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച്, കത്തോലിക്ക കോൺഗ്രസ് സംബന്ധിച്ച് ഈ കൊച്ചു കേരളം ഒരു തുരുത്താണ്. ആ തുരുത്ത് മാറി തുടങ്ങി. അതിൽ PC ജോർജ് പറഞ്ഞു, ആ തുരുത്ത് കേരളം കോൺഗ്രസ് തുരുത്താളൊക്കെ മാറി. 2.5% ജനസംഖ്യ ടോട്ടലുള്ളതെന്ന് ജോർജ് പറഞ്ഞാലേ. അതിൽ കേരളത്തിൽ 15% ഉണ്ടെങ്കിൽ 5% കൺവെർട്ട് ക്രിസ്ത്യൻ കഴിഞ്ഞാൽ ബാക്കി 10% ഉള്ളൂ ക്രിസ്ത്യൻ സഭ. ആ 10% നിങ്ങൾ മുന്നിൽ നിർത്തി കളിച്ചു കഴിഞ്ഞാൽ എങ്ങനെ രാജ്യം ഭരിക്കാൻ പറ്റും? കേരളത്തിൽ പോലും നോർത്ത് ഇന്ത്യ, കേരളത്തെ കാര്യമാണ്. അപ്പോൾ പിന്നെ നോർത്ത് ഇന്ത്യയിൽ ഈ ചാണകവും മൂത്രവും കുടിച്ച് വളർന്ന സാമ്പത്തിക ശേഷിയില്ലാത്ത നിരക്ഷരായ ദരിദ്രരായ അന്ധമായ ഹിന്ദു വിശ്വാസമുള്ള അല്ലെങ്കിൽ വിശ്വാസം ഉണ്ടെന്ന് ധ്വനിപ്പിക്കുന്ന ഈ ആൾക്കാരിനോട് എങ്ങനെ നിങ്ങൾ കത്തോലിക്കൻ്റെ പേര് പറഞ്ഞ വോട്ട് വാങ്ങിക്കും? തകർത്ത് കളഞ്ഞല്ലേ. ഇതാർക്കെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? ഇപ്പോഴത്തെ ഇലക്ഷൻ തന്നെ എൻ്റെ അവസ്ഥ എന്താ? എനിക്ക് എൻ്റെ സീറ്റിൽ മേലാൽ ഒരാൾ വരരുത്, പ്രത്യേകിച്ച് എൻ്റെ സമുദായത്തിൽ വരരുത് എന്നൊക്കെ ചിന്തിക്കുന്ന വക്രബുദ്ധിയുടെ ആശാന്മാരാണ് കേരള കോൺഗ്രസിൽ നേതാക്കൾ. എല്ലാ ജാതിയിലും ഉണ്ട്, ഒരു ജാതി മാത്രമല്ല. അവൻ വലിയ നേതാവാണ്, വലിയ ബുദ്ധിയാണ്, വലിയ കഴിവാണ്. പക്ഷെ അവൻ്റെ എന്താ ചിന്തയുണ്ടോ? അതായത് ഈ ഭൂമിക്ക് ചുറ്റും, അല്ല ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നുണ്ട്, അതിൽ ഭൂമി സ്വയം കറങ്ങുന്നുണ്ട്. അങ്ങനെ ദിവസം ഉണ്ടാകുന്നു, കൊല്ലുണ്ടാകുന്നു. അതുപോലെ മൊത്തത്തിൽ ഇങ്ങനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ എൻ്റെ കാര്യത്തിന് വേണ്ടി ഞാൻ സ്വയം എന്ന് തിരിക്കുന്നുണ്ട്. അങ്ങനെ ചില സീറ്റുകൾ ഇപ്പോൾ ഇലക്ഷനെയും മാറി. അത് ഞാൻ പറയും, ഇപ്പോൾ പറയുന്നില്ല. ഇപ്പോൾ പറയുന്നത് മണ്ടത്തരല്ലേ. ഐ എം നോട്ട് മാഡ്, എനിക്ക് മണ്ടനാകാൻ പറ്റില്ല. അതാണ് പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോഴും കാര്യം മനസ്സിലാക്കുന്നില്ല. അതുപോലെ അധംപതനത്തിലേക്കാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോകുന്നത്. പശ്ചിമ ബംഗാൾ കോൺഗ്രസിൻ്റെ പ്രത്യേക സ്റ്റേറ്റായിരുന്നു. ആസാം അൻവാര തൈമൂറക്കാട് മുഖ്യമന്ത്രിയായിരുന്നു ആസാമിൽ, ഒരു മുസ്ലിം സ്ത്രീ. ബീഹാർ അബ്ദുൽ ഗഫൂർ മുഖ്യമന്ത്രിയായിരുന്നു. മഹാരാഷ്ട്ര അബ്ദുറഹ്മാൻ ഹാന്ദലി മുഖ്യമന്ത്രിയായിരുന്നു. സോണിയും ആന്തോണിയും വന്നിട്ട് പിന്നെ എവിടെ ഉണ്ടായി? ഏതെങ്കിലും മുസ്ലിം സോണിയും അന്തോണിയും വന്നതിന് ശേഷം ഏതെങ്കിലും മുസ്ലിം മുഖ്യമന്ത്രി ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടോ? കോൺഗ്രസിലെങ്കിലും അത് സമ്മതിച്ചിട്ടുണ്ടോ? ഈ അന്തോണി CH മുഹമ്മദ് ഖായ സാഹിബ് ഇവിടെ വന്നിട്ട് ഒരു പക്കം നിർത്തിയില്ല, ഒരു പക്കം നിർത്തിയില്ല. അപ്പോൾ കാൽവാരി. അതുപോലെ അബ്ദുറഹ്മാൻ ആന്തലി അവിടെ വന്നപ്പോഴും അവിടെ കോൺഗ്രസ് എന്ത് ചെയ്യുന്നറിയോ? അയാൾ തകർത്തിളഞ്ഞു. അതാണ്. എന്നിട്ട് നിങ്ങൾ 20% വരുന്ന സമുദായത്തിന് വേണ്ടത്ര അംഗീകാരം കൊടുക്കാതെ അവരെ ഒതുക്കിക്കൊണ്ട് നിങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ സംഘപരിവാറിനെതിരെ ജയിക്കുമെന്ന് പറയാൻ ചിന്തിക്കാൻ പോലും പറ്റുമോ? മണ്ടത്തിൽ കാണിക്കുന്നത് എന്താ മനസ്സിലാകുന്നത്? കോൺഗ്രസ് എന്താ മനസ്സിലാകുന്നത്? ഈ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഇന്ത്യയിൽ ആസാം അറിയാമല്ലോ, എത്ര സീറ്റ് കിട്ടും? എന്തെങ്കിലും 10 സീറ്റ് കിട്ടാനോ ഭരണം പിടിച്ചെടുക്കാനുള്ള എന്തെങ്കിലും ആലോചന ആസാമിൽ നടത്തിയിട്ടുണ്ടോ? പശ്ചിമബംഗാൾ നടത്തിയിട്ടുണ്ടോ? ആകെ കൂടി കേരളത്തിൽ ഈ മുസ്ലിം ലീഗ് എന്ന് പറയും ഒരു 10-40% കാക്കാമാരുണ്ട്. അതിൽ 10-15% മുസ്ലിം ലീഗിലുള്ളതുകൊണ്ട് ബ്ലോക്ക് കുറച്ച് കിടക്കൊണ്ട് ഒരു പച്ചപ്പ് കാണുന്നുണ്ട്. അതൊക്കെ എത്ര നാൾ നിൽക്കും? പക്ഷെ അവരൊന്നും മര്യാദക്ക് നിൽക്കുകയാണ്. അവരുടെ പേര് മാറ്റി ദേശീയ താരയിലാണെങ്കിൽ അവർ കേരളത്തിൽ നിന്ന് 1ാം പാർട്ടിയാവും. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം എന്നുള്ള മുസ്ലിം പേര് മാറ്റിയൊരു ഇന്ത്യൻ യൂണിയൻ മൈനോറിറ്റി ലീഗ് എന്നോ അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസ് എന്തെങ്കിലും പേരിട്ട് തുടങ്ങിയെങ്കിൽ ഇന്ന് ആ നേതാക്കൾ നയിക്കുന്ന പ്രസ്ഥാനം കേരളത്തിൽ നമ്പർ 1 ആവും. ഇപ്പോൾ ആൾക്കാർ വല്ലതും അങ്ങോട്ട് പോകുന്നില്ലേ? കാരണം അവർ കുറേ സ്വഭാവം മനസ്സിലാക്കിയിട്ടാ. അതാ പേര് കൂടി മാറിയല്ലോ. അത് ചെയ്യലും ചിന്തിക്കില്ല. നശിപ്പിച്ച് അവസാന സംഘപരിവാറിനെയും ഹിന്ദുത്വ തീവ്രവാദത്തിന് കയ്യിലേക്ക് കൊടുക്കാൻ വേണ്ടി കച്ച കെട്ടിയിരിക്കണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം സംഘപരിവാർ പറയുന്നുണ്ട്
അങ്ങനെ UDF അധികാരത്തിൽ വന്നാൽ 6 ലീഗ് മന്ത്രിമാർ ചോദിക്കും, ഒരു ഉപമുഖ്യമന്ത്രി ചോദിക്കും, എടോ എന്തടോ കൂടുതൽ സീറ്റ് കിട്ടുകയാണെങ്കിൽ സീറ്റിനനുസരിച്ച് ഒരു മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടൂടെ? കേരള കോൺഗ്രസ് മാണി ഉപമുഖ്യമന്ത്രി സ്ഥാനം ചോദിച്ചില്ലേ? മുസ്ലിം ലീഗിന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തില്ലേ? പിന്നെ നിങ്ങൾ എന്താണ്? ഞാൻ മുസ്ലിം ലീഗ് എതിർക്കുന്നുണ്ട്, അത് വേറെ കാര്യം. പിന്നെ എന്താണ് അവർക്ക് ഒരു 6 മന്ത്രിസ്ഥാനം ചോദിക്കും, അല്ലെങ്കിൽ പിന്നെ ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം ചോദിച്ചാൽ എന്താ വെച്ച്? അപ്പം എന്താ അതിൻ്റെ പേര് പറഞ്ഞ് വോട്ട് ഉറക്കണം, ഭരണത്തിൽ കയറ്റരുത്. 21 MLA-മാരുണ്ടെങ്കിൽ 7 മന്ത്രിസ്ഥാനം വരെ അവകാശപ്പെടാം. 7 വോട്ട് 6 ഉറപ്പാക്കാം. 20 മന്ത്രിമാരാണെങ്കിൽ 29, 70 മൂന്നിലൊന്നായില്ലേ? 4-1 മൂന്നിലൊന്ന് വരും, 6-18 7 മന്ത്രിമാർ വയ്ക്കുക. എന്നിട്ട് 5ാമതൊരു മന്ത്രി, അത് കുഞ്ഞാലിക്കുടിയും ഉമ്മൻചാണ്ടിയൊക്കെ ചെയ്ത് തെറ്റാണ് എങ്കിലും ചെയ്തതിൻ്റെ പേരിൽ ഇവിടെ എന്തൊരു കോലാഹലം ഉണ്ടായി. എന്തിനാ ഈ കോലാഹലം ഉണ്ടാക്കുന്നത്? നിങ്ങളിപ്പോൾ STPയുടെ കാര്യം പറഞ്ഞത്, മറ്റു പാർട്ടിക്കാരും പറഞ്ഞത്. ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന ആരാണ്? ബുദ്ധിയുള്ള രാഷ്ട്രീയ നിരീക്ഷകരെ, രാഷ്ട്രമീമാംസകരെ, നിങ്ങൾ ചിന്തിക്കുക. ഇത് ഇന്ത്യ ഭരിക്കുന്നത് ക്രിസ്ത്യാനിയും മുസ്ലിമും കമ്മ്യൂണിസ്റ്റും പിന്നെ ദേശീയവാദികളുമായ ആൾക്കാർക്ക് ജീവിക്കാൻ പോലും അവസരം കൊടുക്കാൻ പാടില്ല, അവർ ഉന്മൂലനാശം ചെയ്യണം എന്ന് പറയുന്ന ഒരു തത്വസമയിൽ വിശ്വസിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് ഇന്ത്യ ഭരിക്കുന്നത്. എന്തായാലും അവർ രാജ്യം ഭരിക്കുകയാണ്, അത് നമ്മൾ അംഗീകരിക്കാൻ തയ്യാറുമാണ്, നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് മറ്റ് ചില കുബുദ്ധികൾ വരാട് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ പാർട്ടി ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷ പാർട്ടി ഉണ്ടാക്കിയാൽ അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല, അത് വർഗീയമാണ്, തീവ്രമാണ്. അതെന്ത് ചൊവ്വേട്, എന്ത് ചെറ്റത്തര, അങ്ങനെ പിണറായി പറയുമ്പോൾ എന്ത് ചെറ്റത്തര, അതും ആ വാക്കോ. അതായത് RSS ഉൾപ്പെടുന്ന സംഘപരിവാറല്ല ഇന്ത്യ ഭരിക്കുന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ന്യൂനപക്ഷ തീവ്രവാദ പാർട്ടിയെ മാറ്റി നിർത്താം, ഓക്കെ. ഇന്നിപ്പോൾ അതിനേക്കാൾ ശക്തമായൊരു പ്രസ്ഥാനമാണ് ഇന്ത്യ ഭരിക്കുന്നത്, ഇനി ഭരിക്കാനും പോകുന്നത്. ഈ രണ്ട് നമ്മളുടെ കത്തോലിക്ക കോൺഗ്രസ് കൊണ്ടൊന്നും ഇന്ത്യയിൽ പിടിച്ചെടുക്കാൻ പറ്റില്ല, അവർ എന്നെ നിന്ന് പോവുകയും ചെയ്യും. അതിൻ്റെ കാര്യങ്ങൾ ബോഡി മാറ്റി അടുത്ത ആൾ വരും. എന്നിട്ട് ഇവിടെ ചെല്ലുവരാണ് SDP തീവ്രവാദി, PDP തീവ്രവാദി. PDP തീവ്രവാദിയാണ്. ഇപ്പോൾ LDFിനെ കൊടുത്താൽ എന്താ കാരണം? പുള്ളിയുടെ പേരിൽ കേസുണ്ട്, കേസുള്ളപ്പോൾ ഭരണത്തിന് കൂടെ നിൽക്കണം. തന്നെയല്ല PDPയുടെ കൂടെ വന്നപ്പോൾ എന്താ പറയുന്നത്, അവരുടെ നേതൃത്വത്തിൽ ഒരു വഖഫ് സംരക്ഷണ കമ്മിറ്റി ഉണ്ടാക്കി ഹൈക്കോടതി കേസ് നടത്തി കുറേയൊക്കെ നടത്തിയ എന്തായി? അവരും മറ്റുള്ള പോലെ കോടികൾ വാങ്ങി ചിലപ്പോൾ പിന്മാറി കാണും, ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല, ഇപ്പം കേൾക്കാനില്ല. പക്ഷേ ഈ 500 ഏക്കർ വരുന്ന ഏതാണ്ട് 50,000 കോടി രൂപ വിലയുള്ള ആ സ്ഥലം ഒരു കാരണം വെച്ചാലും ആ കൈവശമുള്ള പാർട്ടി കൊടുക്കൂല. അതിനുവേണ്ടി എന്ത് ഭരണത്തെ ഒരു മാറ്റും. അത്ര കണ്ണായ സ്ഥലമാണ്. കടൽ തീരത്ത് ഇന്ത്യയിൽ പോയ സ്ഥലത്ത് ഇനി 500 ഏക്കർ ഇല്ല. അപ്പോൾ നമ്മൾ സെക്രട്ടേറിയറ്റ് മാറ്റാൻ വേണ്ടി ശ്രമിച്ചൊരു 300 ഏക്കർ കിട്ടാൻ വേണ്ടി ശ്രമിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ 500 ഏക്കർ കടൽ തീരം കിട്ടും. അപ്പോൾ അത് ആ സംരക്ഷണ സമിതിയൊക്കെ പോയി കാണും. ഒന്നുകിൽ അവർ സ്വാധീനിച്ച്, അല്ലെങ്കിൽ പ്രലോഭിച്ച്, അല്ലെങ്കിൽ പ്രകോപിച്ച്, അതുപോലെ. അപ്പം ഇനി എന്താണ് ഈ ന്യൂനപക്ഷ വർഗീയ പാർട്ടി പാടില്ല, PDP പാടില്ല, SDP പാടില്ല എന്നുണ്ട്. അതിൽ പാലാ ബിഷപ്പിൻ്റെ അവിടത്തേക്ക് ജാഥ നയിച്ചത് അന്നും ഞങ്ങൾ പറഞ്ഞു, ഇന്നും പറയുന്നത് 100% തെറ്റാണ്. അവർക്ക് അങ്ങനെ എന്തെങ്കിലും പ്രതിഷേധം ഉണ്ടെങ്കിൽ അത് ഗവൺമെൻറ് മുമ്പിൽ പോകണ്ടേ. പക്ഷെ എൻ്റെ അറിവ് അന്ന് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആണ് നേതൃത്വം കൊടുത്തോണ്ട്, SDP അല്ലാന്ന് പറഞ്ഞത്. പക്ഷെ എൻ്റെ SDP പോയി എന്നാണ് ഇന്നും സംഘപരിവാർ പറയുന്നത്. എനിക്ക് SDPയോട് പ്രത്യേക താല്പര്യമൊന്നുമില്ല, കാരണം അത് ഒരു തീവ്ര സ്വഭാവത്തോ നമുക്കൊരു താല്പര്യമില്ല. പക്ഷെ കാര്യങ്ങൾ പറയുമ്പോൾ ഇവിടെ നിൽക്കുന്ന മന്ദനാണ്, കാലിൽ മന്തുള്ള ആളാണ്, ഇപ്പോൾ നിൽക്കുന്നത് കയ്യിൽ ഒരു മന്തുള്ള ആളാണ്. അപ്പോൾ കയ്യിൽ മന്തുള്ള തെറ്റും കാലിൽ മന്തുള്ള തെറ്റില്ല, അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അല്ലെങ്കിൽ SDPയെ സപ്പോർട്ട് ചെയ്യോ അല്ലെങ്കിൽ എതിർത്ത് സംസാരിക്കുന്നില്ല, അത് പാടില്ല. ഏതാണ് ഒരിക്കൽ കൂടി പറയാം, തെറ്റിദ്ധാരം. സംഘപരിവാർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യ ഭരിക്കുമ്പോൾ അവിടെ ഒരു വർഗീയതക്കോ തീവ്രവാദത്തിനോ വിഘടനവാദം പോട്ടെ, പിന്നെ ഫാസിസ്റ്റിനോ പ്രസക്തിയില്ല. അതൊക്കെ വലിയൊരു ഫാസിസ്റ്റോ വലിയ ഭീകര സംഘടനയോ അല്ലെങ്കിൽ തീവ്രവാദ സംഘടന ഒന്നും വേറെയില്ല. അപ്പോൾ ഇതിനൊക്കെ ഒരു ന്യൂനപക്ഷ പാർട്ടി തീവ്രവാദ സംഘടനയ്ക്ക് തെറ്റു പറയാൻ പറ്റുമോ? അവിടെയാണ് പോയിന്റ്. അല്ലെങ്കിൽ ഞാൻ അവർ പറയില്ല, സമ്മതിക്കില്ല. എങ്കിലും ഞങ്ങൾ തീവ്രവാദത്തെ അനുകൂലിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നുമില്ല. അത് മാറുക തന്നെയാണ് നല്ലത്. അങ്ങനെ ശ്രദ്ധിക്കാതെ, അത് അങ്ങനെ ശ്രദ്ധിച്ച്
ഇന്ത്യയിൽ ജയപ്രകാശ് നാരായൺജി പറഞ്ഞ പോലെ ആ BJP ഒഴിച്ച് ബാക്കി എല്ലാവരും ഒരു മുന്നണി ചേർത്ത് ആസാമിലും പശ്ചിമ ബംഗാളിലും കേരളത്തിൽ പോലും നിങ്ങൾക്ക് ഇന്ത്യയെ നയിക്കാൻ പറ്റിയില്ല. ഇപ്പൊ ഷാഫി പറമ്പിലാണെങ്കിലും സതീഷ് ആണെങ്കിലും എങ്ങനെയും കേരളത്തിൽ കൂടി ഒരു മന്ത്രിയാകണം, കഴിയുമെങ്കിൽ ഒരു ഉപമുഖ്യമന്ത്രിയാകണം. അത് ഒന്നും ഷാഫിക്കില്ല. കേന്ദ്ര ആസാമിലെ കോൺഗ്രസ് ഭരിക്കണമെന്നും ഷാഫിക്കില്ല എന്ന് ശ്രദ്ധിക്കുന്നില്ല. ഷാഫിയുടെ പോലും ഉദ്ദേശം ഈ ചുളുവിന് കേരളത്തിൽ ഒരു മന്ത്രിയാകണം, കഴിയുമെങ്കിൽ മുഖ്യമന്ത്രി പ്രതീക്ഷിക്കണില്ല. അതുകൊണ്ട് സതീഷിന് ഒരു മുഖ്യമന്ത്രി, ആസാം ഉണ്ടാകും, KC വേണുഗോപാലും കേരളത്തിൽ മുഖ്യമന്ത്രി ചാൻസ്, അല്ലാതെ ആസാമിലാക്കുന്നുണ്ട്. അങ്ങനെ ഒരു പദ്ധതിയും അവർ ചെയ്യുന്നില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോ KC വേണുഗോപാലോ സതീശോ ഒന്നും ചെയ്യുന്നില്ല. അവരൊക്കെ ചിന്താഗതി വളരെ ക്രൂക്കഡും വളരെ ലേറ്റുമാണ്. ഒരു രാഷ്ട്രീയമാംസമല്ല. രാഷ്ട്രീയമാംസകനായിരുന്നെങ്കിൽ, ഒരു സ്വതന്ത്ര രാഷ്ട്രീയ നിരീക്ഷകനെങ്കിലും ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യും? ഒരു രാഹുലിനോട് പറയും, എന്താണ്, നമുക്കൊരു പാരമ്പര്യമുണ്ട്, ആ പാരമ്പര്യം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കോൺഗ്രസ് താഴെ ഇറക്കാൻ വേണ്ടി ജയപ്രകാശ് നാരായൺജി തുടങ്ങിയ 2 പോയിന്റ്. ഒന്ന്, ഞാൻ ഒരു സ്ഥാനവും വഹിക്കില്ല, വെറും നേതൃത്വം മാത്രം. മറ്റൊന്ന്, കോൺഗ്രസ് ഒഴിച്ച് ബാക്കി എല്ലാവരും ഈ പ്രസ്ഥാനത്തിലുണ്ടാവും. അങ്ങനെയാണ് ജനതാ പാർട്ടി ഉണ്ടാക്കിയത്. ഞാൻ എത്രയോ പാടെ പറഞ്ഞു, ഇതൊന്നും കോൺഗ്രസിന്റെ ചെവിയിലേക്ക് എത്തുന്നുമില്ല, മനസ്സിലാകുന്നുമില്ല. കേൾപ്പല്ലോ. അതുപോലെ പറയണ്ടേ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വം നടക്കുന്ന മുന്നണി BJP വെച്ചുള്ള എല്ലാവരും തിരിച്ചാക്കണം. അവിടെ അയിത്തൊന്നും കാടില്ല. ഇപ്പോഴും മുസ്ലിം വിരോധം കാണിച്ച് കോൺഗ്രസിന്റെ, ഞാൻ പറഞ്ഞ കോൺഗ്രസ് കാണിച്ച് ബുദ്ധിമുട്ട് പറയാൻ പറ്റില്ല. ആ പിന്നെ ഗുജറാത്തിലെ ആ MP ആയിരുന്ന ആൾക്കൂട്ടം കൊല്ലം ചെന്നപ്പോൾ എത്ര അടുത്ത് അവർ വിളിച്ച്, ആരെടുത്തളിച്ച്, ഒരക്ഷരം കോൺഗ്രസ് അത് സപ്പോർട്ടില്ല. അതിനുശേഷവും കോൺഗ്രസ് സപ്പോർട്ട് ചെയ്തു. അവർ വിധവ എത്ര കാലം നിലവിളിച്ചു നടന്നു, നാളെ മരിച്ചപ്പോൾ. അതൊന്നും പാടില്ല. അതൊന്നും മുസ്ലിങ്ങൾക്ക് വേണ്ടി ബാധിക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ചിരിക്കുക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഈ കത്തോലിക്ക കോൺഗ്രസ് എന്ത് ചെയ്യും? അവർ ന്യൂനപക്ഷ പാർട്ടിയല്ലേ കത്തോലിക്കുന്നത്, അവർ മറ്റേ ഭൂരിപക്ഷ പാർട്ടി പേടിച്ചിട്ട് അവർ സമ്മതിക്കുമോ? അതാണ് എല്ലാം തകിടം മറിഞ്ഞാണ്. എല്ലാം തകിടം മറിഞ്ഞത് ഈ വിദേശിയായ സോണിയാഗാന്ധിയെ കൊണ്ടുവന്ന് ആ സ്ഥാനം ഏൽപ്പിച്ചാണ്. ആ സ്ഥാനം ഏൽപ്പിച്ച് ഒരു തെറ്റുമില്ല. തെറ്റിദ്ധരിക്കത് കുറ്റപ്പെടുത്തിയാൽ ചൊക്കില്ല. കേരളത്തിലെ പോലെ മലയാളികളെ പോലുള്ളവരാണ് ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവനെങ്കിൽ സോണിയാഗാന്ധിയല്ല ആരായിരുന്നാലും മതി, ഒരു കുഴപ്പമില്ല. പക്ഷെ വടക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ബാക്കി 98% ജനങ്ങളും അങ്ങനെ അല്ലാത്തതിൻ്റെ പേരിൽ സോണിയാഗാന്ധിയോ അല്ലെങ്കിൽ ഒരു അന്തോണിയോ KC വേണുഗോപാലൊക്കെ മുന്നിൽ നിർത്തിയാൽ കോൺഗ്രസ് വച്ചോടുമില്ല. കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിലെ ആ ജാതി സെൻസസ് വേണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒറ്റ വാക്ക് രാഹുൽ ഗാന്ധി പറഞ്ഞതിൻ്റെ പേരിൽ രാജസ്ഥാനും മധ്യപ്രദേശും മറ്റു എത്ര ഹരിയാനയൊക്കെ കളഞ്ഞല്ലേ? ഈ കോൺഗ്രസ് അല്ലേ കളഞ്ഞത്? തനിക്ക് BJP വോട്ട് ചെയ്ത് കോൺഗ്രസ് നേതൃത്വം. പക്ഷെ അതിനെ നിയന്ത്രിക്കാതെ അതിനെ ചുക്കാൻ പിടിക്കാതെ രാഹുൽ ഗാന്ധി കഴിവില്ല, പ്രിയങ്ക് കഴിവില്ല. സോണിയാഗാന്ധി കഴിച്ചു, പണ്ടും അവർക്ക് ഒരു കഴിവില്ല, ഇന്നും ഇല്ല, ഇപ്പൊ രോഗിയായി, അവരിനി വിട്ടുകളയാം. അങ്ങനെയാണ് ഈ ആന്റണിയും സോണിയാഗാന്ധിയും കൂടി ഇരുന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ ഇന്ത്യയിൽ തകർത്ത് തന്നതും BJP ഏകപക്ഷീയമായി കയറിയതും. അതിന് ഇന്ത്യൻ ഇവിടെ മലപ്പുറം ലീഗ് എന്നൊരു പ്രസ്ഥാനം കൂടി അറിയാതെ, അവർ അറിയാതെ അതിന് കരുക്കൾ നീക്കി. ഇതൊക്കെയാണ് സംഘടന പൊരുൾ. എന്ത് മനസ്സിലാക്കുന്നത്? ഇതൊന്നും ആർക്കും മനസ്സിലാകുന്നില്ല, ഒരാൾക്കും മനസ്സിലാകുന്നില്ല. ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇന്ത്യയിലെ അവസ്ഥ എന്താണ്? ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPIMന്റെ ഇന്ത്യയിലെ അവസ്ഥ എന്താണ്? മനസ്സിലായില്ലേ? അത് 2% ബ്രാഹ്മിൻസ് വഴി, പിന്നെ ഒരു 0.3% നായർ കൊണ്ടുവന്ന് വെച്ച്, പിന്നെ 2% വീണ്ടും ക്രിസ്ത്യാനി കൊടുത്ത്. പിന്നെ പൊളിറ്റ് ബ്യൂറോ സെക്രട്ടറി ആയിട്ട്, ജനറൽ സെക്രട്ടറി ആയിട്ട് CPO തന്നെ ആനിരാജ. അത് കാർന്നവർക്ക് മാറ്റിയിട്ട് സമയം കഴിഞ്ഞില്ലേ? മാറ്റൂല. അത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന തീവ്രവാദ ഗ്രൂപ്പുണ്ട്, അവർ സമ്മതിക്കില്ല. ആനിരാജ തന്നെ വേണമെന്ന് പറഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്വാധീനിച്ച് അവരാക്കി. അമേരിക്കയിലവരും കൈയുണ്ടതില്ല, അമേരിക്കയിലെ ചില ഗ്രൂപ്പിന് കൈയുണ്ടത് ഇങ്ങനൊരു ആൾക്കാരായിട്ട്. എങ്കിലേ ഇവിടെ സംഘപരിവാറിനും സുരക്ഷവും സുഭിക്ഷവുമായി ഭരണം ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതിന് ക്ലീൻ ഇമേജായിട്ടാണ്
ഈ പകൽ മാന്യന്മാരെന്ന് പറയുന്ന ഈ കോൺഗ്രസ്, ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സൗകര്യം കിട്ടിയാൽ BJP അധികാരത്തിൽ വരുന്ന ഒരു തെറ്റില്ലാതെ ചിന്തിക്കുന്ന കൂട്ടത്തിലാണ്. എന്തെല്ലാം ഈ ഇലക്ഷനിൽ വോട്ട് വെച്ചോടെ പരസ്പരം കുറ്റം. കോൺഗ്രസ് അങ്ങോട്ട് കുറ്റം പറയും, കമ്മ്യൂണിസ്റ്റ് ഇങ്ങോട്ട് വരും. പരസ്പരം പിന്നെ ധാരണ എത്തിയിട്ടുണ്ട്. എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഇലക്ഷൻ ചെയ്യുമ്പോൾ അറിയാം. ഇതാണ് അവസ്ഥ. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം, ഇന്ത്യ മഹാരാജ് ഈ നിലക്ക് പോയാൽ ഈ വിവരമില്ലാത്ത ഒരു ബഹുഭൂരിപക്ഷം വരുന്ന ഒരു വിഭാഗത്തെ കയ്യിലേക്ക് അന്ധമായി അധികാരം ചെന്നപ്പെട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫ്രോഡല്ല, ട്രംപ് കാണിക്കുന്നതിനേക്കാൾ മോശമാണ്. ട്രംപ് ഇപ്പോൾ മാനസിക രോഗമായിട്ട് പറഞ്ഞാലും അമേരിക്ക എല്ലാവരും പറഞ്ഞത് അദ്ദേഹം മാനസിക രോഗിയെന്ന. അതിൻ്റെ കയ്യിൽ മറ്റേ സാധനമുണ്ട്, അറിയാതെ ഒരു സ്വിച്ച് വീട് പോയണ്ടല്ലോ, ലോകം തീർന്നു. എത്രയും പെട്ടെന്ന് ട്രംപിനെ അമേരിക്കൻ ജനങ്ങളിറങ്ങി. നാളെ 1 കോടിയോളം ജനങ്ങൾ ട്രംപിനെതിരെ പരസ്യം രംഗത്തിറങ്ങി. ആ അമേരിക്കൻ ജനതയ്ക്ക് ഒരു കുഴപ്പമില്ല, അത് ആ ഭരിക്കുന്ന നേതൃത്വ കുഴപ്പം. ആ ട്രംപിനെ എത്രയും പെട്ടെന്ന് മാറ്റിയില്ലെങ്കിൽ അയാളുടെ പ്രസിഡന്റിന്റെ കയ്യിൽ ഒരു എമർജൻസി ലാമ്പുണ്ട്, എമർജൻസി സ്വിച്ച് ഉണ്ട്. അതങ്ങോട്ട് അറിയാതെ വോട്ട് ചെയ്ത് പോയാൽ ഭൂമി തീർന്ന്. എവിടെയാണ് അപകടം? അതുപോലെ ഇന്ത്യയിൽ ഈ പിന്നെ ബുദ്ധിശൂന്യ കയ്യിലേക്ക് അധികാരം അന്ധമായിട്ട് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ അന്ധമായിട്ട് വന്നിട്ടില്ല. കാരണം 33% മാത്രമേ അനുകൂലമുള്ളൂ, ബാക്കി 67% ഇപ്പോൾ പുറത്ത് നിൽക്കുകയാണ്. അതൊക്കെ ക്രോഡീകരിച്ചിട്ട് ഒരു 40-40% വന്നു കഴിഞ്ഞാൽ തീർന്ന്. പിന്നെ ചോദിക്കാൻ ആരുമില്ല. ഇപ്പം അമേരിക്കയിൽ പോലും എത്രയോ ലക്ഷം പേര് ട്രംപിനെതിരെ തെരുവിലിറങ്ങി. നമ്മുടെ മോഡി ഗവൺമെൻറ് എന്തെല്ലാം മോശമായി നിയമം ഉണ്ടാക്കി. ആ നിയമത്തിൽ ഇന്ത്യയിൽ ആരെങ്കിലും പുറത്തിറങ്ങിയിട്ടുണ്ടോ? തെരുവിലിറങ്ങിയിട്ടുണ്ടോ? ഇറങ്ങിയാൽ പിന്നെ അവൻ ഭൂമുഖം കാണുമോ? എവിടെ എത്തി കാര്യങ്ങൾ? അപകടത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, വരുന്ന നാളെ മറ്റന്നാൾ തെരഞ്ഞെടുപ്പാണ്. ഇങ്ങനെയൊക്കെയാണ് സത്യാവസ്ഥയെങ്കിലും ഒരു വെളിച്ചമാണല്ലോ ഇപ്പോൾ കേരളത്തിലെ തുരുത്ത്. ആ തുരുത്തിൽ LDF നിലനിൽക്കണം. LDF നിലനിൽക്കണമെങ്കിൽ ഇത്തവണ UDF ജയിക്കണം. അതുകൊണ്ട് UDFിൻ്റെ മഹത്വം കൊണ്ടോ അല്ലെങ്കിൽ LDFിൻ്റെ മോശം കൊണ്ടോ അല്ല പറയുന്നത്. രണ്ടുപേരും ഒന്നിനൊന്നും മെച്ചാന്നോ അല്ലെങ്കിൽ ഒന്നിനും മോശം അതൊക്കെ പറയാൻ പറ്റുള്ളതൊന്നുമല്ല. എല്ലാത്തിലും കുതികാലി വെട്ടും അഴിമതിയൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് LDF നിലനിൽക്കുന്നതിന് വേണ്ടി UDFിന് നിങ്ങളെല്ലാവരും വോട്ട് ചെയ്ത് LDFിനെ സഹായിക്കണമെന്നാണ് ഒരു രാഷ്ട്രമീമാംസകൻ എന്ന ഗ്രൂപ്പിൻ്റെ ആളെന്ന നിലയിൽ, ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ, സ്വതന്ത്ര രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ മൊയ്തീൻ ഷായുടെ ഗ്രൂപ്പ് പറയാനുള്ളത്. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ. നിങ്ങൾ ഒരായി നന്ദി. ജയ് ഹിന്ദ്.